ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടവും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു വെണ്ടയ്ക്ക റെസിപ്പിയാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് 15 വെണ്ടയ്ക്കയാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഞാൻ 15 വെണ്ടയ്ക്കയാണ് എടുത്തത്. അപ്പോൾ ഇതിനകത്ത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് മെഴുക്കുവരട്ടി, വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള മെഴുക്കുവരട്ടി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു പ്രത്യേകം ചതച്ചെടുത്ത ഒരു കൂട്ടാണ്. അപ്പോൾ വലിയ സ്പെഷ്യൽ കൂട്ടൊന്നും അല്ല, നമ്മുടെ ചുറ്റിനുമുള്ള സാധനങ്ങളൊക്കെ വെച്ചുള്ള ഒരു കൂട്ട് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കൊച്ചുള്ളി, 5 കൊച്ചുള്ളി, ഒരു വറ്റൽമുളക്, പച്ചമുളക് നെടുകെ കീറിയതിൻ്റെ ഒരു 1/4 ഭാഗം, അതുപോലെ കുരുമുളക് 5 to 6 കുരുമുളക്. ഇത് ചതച്ച് മാറ്റി വെക്കുക. അപ്പം നമ്മൾ പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നു. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുന്നു. അപ്പോൾ കടുക് പൊട്ടിക്കഴിയുന്ന സമയത്ത് നമ്മൾ ഈ ചതച്ച് വെച്ച കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ പച്ചമണം മാറിക്കഴിയുന്ന സമയത്ത് ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഒരു 4 അല്ലിയാണ് ഞാൻ എടുത്തത്. പിന്നെ 2 വെളുത്തുള്ളിക്ക് കൂട്ടായിട്ട് 2 പച്ചമുളകിനെയും കൂടി നമ്മൾ കൊടുക്കാം. ഈ പച്ചമുളക് നെടുകെ കീറി, അപ്പോൾ അതിൻ്റെ ആ ഒരു എരിവൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ട് നെടുകെ കീറിയിട്ടാണ് ഇടുന്നത്. ഓക്കെ, അപ്പം ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുക. അപ്പോൾ വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ സവാള ആഡ് ചെയ്യുക. സവാള ഒരു മീഡിയം സവാളയാണ് ഞാൻ എടുത്തത്. അതിൻ്റെ 1/4 ഭാഗം നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും നന്നായിട്ട് ആ ഉള്ളി ഒന്ന് നല്ല ഒരു പിങ്ക് കളറൊക്കെ ഒന്ന് നല്ല ഇതാവുന്നത് വരെ നന്നായിട്ട് അതിനെ വഴറ്റി കൊടുക്കുക. അപ്പോൾ വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ആളിനെ, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരാളാണ് വെണ്ടയ്ക്ക അല്ലേ. അതിനകത്ത് വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, നമ്മുടെ കാഴ്ചശക്തിക്ക് നല്ലതാണ്, നമ്മുടെ സ്കിൻ കെയറിന് ഒരു നല്ല ഇതാണ്. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് വേവിച്ച വെള്ളമൊക്കെ കുടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. വെണ്ടയ്ക്ക ചേർത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഒന്ന് സ്മൂത്തായി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം അടച്ചു വയ്ക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക. അത് നല്ല സ്മൂത്തായി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടാണേ നമ്മൾ കൊടുക്കുന്നത്, വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് സ്മൂത്ത് ആവുന്നത് വരെ, സോഫ്റ്റ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല മണമൊക്കെ ആയിരിക്കും ഇത് നല്ല സ്മൂത്ത് ആവുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി. താങ്ക് യു.